ഹലോ ഫ്രണ്ട്സ്, HSST എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അഡ്രീനൽ ഗ്ലാൻഡ്. ദ അഡ്രീനൽ ഗ്ലാൻഡ്സ് ഓൾസോ നോൺ ആസ് സുപ്രാറീനൽ ഗ്ലാൻഡ്സ്. സുപ്രാറീനൽ ഗ്ലാൻഡ്സ് കാരണം എന്താണ്? കിഡ്നിയുടെ മോൾവശത്ത് ഒരു ക്യാപ്പ് പോലെയാണ് അഡ്രീനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. സോ നോൺ ആസ് സുപ്രാറീനൽ ഗ്ലാൻഡ്സ്. Adrenal glands are endocrine glands that produce a variety of hormones including adrenaline and the steroids aldosterone and cortisol. They are also found above the kidneys. Each gland has an outer cortex which produces steroid hormones and an inner medulla. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. The gland is composed of two types of tissues. The centrally located tissue is called adrenal medulla, and outside this lies the adrenal cortex. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂസിന് പറയുന്ന പേരെന്താണ്? അഡ്രീനൽ മെഡുല. അതിൻ്റെ പുറമേ കാണുന്ന പോർഷന് പറയുന്ന പേരാണ് അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രിനൽ മെഡുല എന്നും അഡ്രിനൽ കോർട്ടെക്സ് എന്നും രണ്ട് ഭാഗങ്ങളാണ് ക്രോസ് സെക്ഷനിൽ കാണപ്പെടുന്നത്. ഓക്കെ, അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ അഡ്രീനൽ കോർട്ടെക്സ് ഇറ്റ്സെൽഫ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ സോൺസ്. 3 ഭാഗങ്ങളാണ് അഡ്രീനൽ കോർട്ടെക്സിന് ഉള്ളത്. ദ സോണ ഗ്ലോമറുലോസ, ദ സോണ ഫസിക്കുലേറ്റ ആൻഡ് ദ സോണ റെറ്റിക്കുലാരിസ്. സോണ ഗ്ലോമറുലോസ, the zona fasciculata and the zona reticularis. ഇനി നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഓരോ ലെയേഴ്സും നോക്കാം. ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് സോണ ഗ്ലോമറുലോസ. സോണ ഗ്ലോമറുലോസ കാണുന്നത് ക്യാപ്സ്യൂളിന് നേരെ താഴ്ഭാഗത്താണ്. സോണ ഗ്ലോമറുലോസ. സോണ ഗ്ലോമറുലോസ ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഡയറക്ട്ലി അണ്ടർ ദ ഔട്ടർ കണക്റ്റീവ് ടിഷ്യൂ ക്യാപ്സ്യൂൾ ഓഫ് ദ അഡ്രീനൽ ഗ്ലാൻഡ് and secrete mineralocorticoids. മിനറലോകോർട്ടിക്കോയിഡ്സിനുള്ള എക്സാമ്പിൾ ഏതാണ്? ആൾഡോസ്റ്റിറോൺ. ഇനി സെക്കൻഡ് ലെയർ ആണ് സോണ ഫസിക്കുലേറ്റ. സോണ ഫസിക്കുലേറ്റ ഇസ് ദ മിഡിൽ ലെയർ, സെക്രീറ്റ്സ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ ഏതാണ്? കോർട്ടിസോൾ. ഇനി തേർഡ് ലെയർ ആണ് സോണ റെറ്റിക്കുലാരിസ്. The inner layer secretes small amounts of glucocorticoids and gonadotropins. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആൻഡ്രോജൻസ് ആയിട്ട് പറയുന്നത് DHEA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ. Dehydroepiandrosterone is a hormone that naturally produces in the adrenal gland. DHEA helps produce other hormones including testosterone and estrogen. ഇനി ഇത് കൂടാതെ തന്നെ ഏതാണ്? ആൻഡ്രോസ്റ്റെനോഡയോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. സോ അഡ്രിനൽ കോർട്ടെക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് എൻഡോക്രൈൻ ടിഷ്യൂ. ഏത് തരത്തിലുള്ള ഹോർമോൺസ് ആണ് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത്? സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. അപ്പം സോണ ഗ്ലോമറുലോസ സെക്രീറ്റ് മിനറലോകോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ ആൾഡോസ്റ്റിറോൺ. സോണ ഫസിക്കുലേറ്റ സെക്രീറ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ കോർട്ടിസോൾ. സോണ റെറ്റിക്കുലാരിസ് സെക്രീറ്റ് ആൻഡ്രോജൻസ്. സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അഡ്രീനൽ മെഡുല ഒന്ന് നോക്കാം. അഡ്രീനൽ മെഡുല കമ്പോസ്ഡ് ഓഫ് ന്യൂറോ സെക്രീറ്റിംഗ് ടിഷ്യൂ. അവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? കാറ്റക്കുളമൈൻസ് ഏതൊക്കെയാണ്? അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ,
and noradrenaline or norepinephrine. Adrenaline or epinephrine and noradrenaline or norepinephrine. These are commonly called as catecholamines. ഈ പിക്ചർ ഒന്ന് നോക്കുക. ഇവിടെ സോണ ഗ്ലോമർലോസ റീജിയനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? മിനറലോകോർട്ടിക്കോയിഡ്സ് ആണല്ലേ. സോണ ഗ്ലോമർലോസ റീജിയനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ്. മിനറലോകോർട്ടിക്കോയിഡ്സിന് ഏതെല്ലാമാണെന്ന് നോക്കാം. ആൾഡോസ്റ്റിറോൺ, കോർട്ടിക്കോസ്റ്റീറോൺ. ആൾഡോസ്റ്റിറോൺ ആൻഡ് കോർട്ടിക്കോസ്റ്റീറോൺ. ഇനി സെക്കൻഡ് വൺ ഏതാണ്? സോണ ഫസിക്കുലേറ്റ. സോണ ഫസിക്കുലേറ്റ റീജിയനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഏതെല്ലാമാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്? കോർട്ടിസോൾ ആൻഡ് കോർട്ടിസോൺ. കോർട്ടിസോൾ ആൻഡ് കോർട്ടിസോൺ. ഇനി അടുത്ത റീജിയൻ ഏതാണ്? സോണ റെറ്റിക്കുലാരിസ്. സോണ റെറ്റിക്കുലാരിസ്. സോണ റെറ്റിക്കുലാരിസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് നമ്മൾ ഒന്ന് പറഞ്ഞു. ഏതാണ്? DHEA. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈസ്ട്രോജൻസും ടെസ്റ്റോസ്റ്റിറോണുമാണ്. ഈസ്ട്രോജൻസ് ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഇനി നമ്മൾ പറഞ്ഞു മെഡുലറി റീജിയനിൽ മെഡുലയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത് ഹോർമോൺസ് ഏതൊക്കെയാണ്? കാറ്റക്കൊളമൈൻസ് ആണ്. കാറ്റക്കൊളമൈൻസ് ആണ്. അതേതെല്ലാമാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. കാറ്റക്കൊളമൈൻസ് ഏതെല്ലാമാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇനി കാറ്റക്കൊളമൈൻസ് കൂടാതെ തന്നെ ചില പെപ്റ്റൈഡ്സും റിലീസ് ചെയ്യുന്നുണ്ട്. അതേതെല്ലാമാണെന്ന് നോക്കാം. സബ്സ്റ്റൻസ് പി, സൊമറ്റോസ്റ്റാറ്റിൻ. സബ്സ്റ്റൻസ് പി, സൊമറ്റോസ്റ്റാറ്റിൻ. സബ്സ്റ്റൻസ് പി ആൻഡ് സൊമറ്റോസ്റ്റാറ്റിൻ. ഈ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അഡ്രീനൽ ആക്സിസ് അല്ലെങ്കിൽ HPA ആക്സിസ് ആണിത്. ഒരു സ്റ്റിമുലസ്, അതായത് സ്ട്രെസ് പോലെയുള്ള ഒരു സ്റ്റിമുലസ് ഹൈപ്പോതലാമിക് റീജിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആക്ടിവേറ്റ് ആകുന്നു. അവിടെ നിന്നും ACTH അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ഈ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ബ്ലഡിലൂടെ അഡ്രീനൽ ഗ്ലാൻഡിൽ എത്തുകയും അവിടെ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോൺസ് ഏതാണെന്ന് വെച്ചാൽ അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ അനലൈസ് ചെയ്തിരുന്നു അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതെല്ലാമാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്ത് അതിൻ്റെ ടാർഗറ്റ് ഓർഗനിൽ എത്തുകയും ഫങ്ഷൻസ് നിർവഹിക്കുകയും ചെയ്യുന്നത്. ഓക്കെ. മിനറലോകോർട്ടിക്കോയിഡ്സ് ഏതെല്ലാമാണ്? ആൾഡോസ്റ്റിറോൺ, കോർട്ടിക്കോസ്റ്റീറോൺ. ഓക്കെ. ഈ പിക്ചർ ശ്രദ്ധിക്കുക. റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം. ഇവിടെ പറയുന്ന കണ്ടീഷൻ ഇതാണ്. ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ. ഡ്രോപ്പ് ഇൻ ബ്ലഡ് പ്രഷർ. എന്താണ് സംഭവിക്കുന്നത്? ലിവറിൽ നിന്നും ആൻജിയോടെൻസിനോജൻ എന്ന കോമ്പൗണ്ടിനെ റിലീസ് ചെയ്യുന്നു. ലിവറിൽ നിന്നും ആൻജിയോടെൻസിനോജൻ എന്ന കോമ്പൗണ്ടിനെ റിലീസ് ചെയ്യുന്നു. അതേസമയം കിഡ്നിയിൽ നിന്നും റെനിൻ എന്ന കോമ്പൗണ്ടിനെയും റിലീസ് ചെയ്യുന്നു. റെനിനെ റിലീസ് ചെയ്യുന്നു. ഈ റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ലങ്സിൽ നിന്നും റിലീസ് ചെയ്യുന്ന ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമാണ്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ആൻജിയോടെൻസിനോജൻ 1 ആൻജിയോടെൻസിനോജൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും തേഴ്സ്റ്റ് ഡ്രിങ്കിങ് പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അത് ബ്ലഡ് പ്രഷർ കൂടുന്നതിന് കാരണമാകുന്നു. ആൻജിയോടെൻസിൻ 2 കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത്? വാസോ കൺസ്ട്രിക്ഷന് കാരണമാകുന്നു. വാസോ കൺസ്ട്രിക്ഷന് കാരണമാകുന്നു. അതും ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇനി ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ കോർട്ടെക്സിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആൾഡോസ്റ്റിറോണിൻ്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു.
ആൾഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുകയും കിഡ്നിയിൽ നിന്നും അത് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റിട്ടൻഷന് കാരണമാകുകയും ചെയ്യുന്നു. സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റിട്ടൻഷന് കാരണമാകുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. ഓക്കെ, അപ്പം ആൾഡോസ്റ്റിറോണും ബ്ലഡ് പ്രഷർ കൂടുന്നതിന് കാരണമാകുന്നു. Aldosterone acts mainly on the renal tubules and stimulates the reabsorption of sodium and water and excretion of potassium and phosphate ions. മെയിനായിട്ടും ആൾഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂൾസിൽ ആണ് അതിൻ്റെ ആക്ഷൻ നടക്കുന്നത്. സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷനാണ്. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അയോൺസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എലിമിനേഷനാണ് നടക്കുന്നത്. ആൾഡോസ്റ്റിറോൺ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, ബോഡി ഫ്ലൂയിഡ് വോളിയം, ഓസ്മോറ്റിക് പ്രഷർ ആൻഡ് ബ്ലഡ് പ്രഷർ ബാലൻസ്. ആൾഡോസ്റ്റിറോൺ എന്തിനെയൊക്കെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ്സ്, ബോഡി ഫ്ലൂയിഡ് വോളിയം, ഓസ്മോറ്റിക് പ്രഷർ ആൻഡ് ബ്ലഡ് പ്രഷർ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് കൺക്ലൂഡ് ചെയ്യാം. മിനറലോകോർട്ടിക്കോയിഡ് സെക്രീഷൻ ഈസ് റെഗുലേറ്റഡ് മെയിൻലി ബൈ ദ renin angiotensin aldosterone system. The concentration of potassium and to a lesser extent the concentration of ACTH. Sensors of blood pressure in the juxtaglomerular apparatus of the kidneys release the enzyme renin into the blood. അതെപ്പോഴാണ്? ബ്ലഡിൻ്റെ പ്രഷർ കുറവായിരിക്കുന്ന സമയത്താണ് കിഡ്നിയിൽ നിന്നും ജക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസിൽ നിന്നും എന്ത് റിലീസ് ചെയ്യുന്നത്? റെനിൻ എന്ന എൻസൈം റിലീസ് ചെയ്യുന്നത്. സെൻസേഴ്സ് ഓഫ് ബ്ലഡ് പ്രഷർ ഇൻ ദ ജക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് ഓഫ് ദ കിഡ്നീസ് റിലീസ് the enzymes renin into the blood, which starts a cascade of reactions that lead to formation of angiotensin II. Angiotensin receptors in cells of the zona glomerulosa recognize the substance, and upon binding they stimulate the release of aldosterone. അങ്ങനെ അത് ആൾഡോസ്റ്റിറോണിൻ്റെ റിലീസിന് കാരണമാകുന്നു. അടുത്തത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഏതെല്ലാമാണ്? കോർട്ടിസോൾ ആൻഡ് കോർട്ടിസോൺ. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സ്ട്രെസ് പോലെയുള്ള സ്റ്റിമുലസ് ഹൈപ്പോതലാമിക് റീജിയനിൽ എത്തിച്ചേരുമ്പോഴേക്കും ഹൈപ്പോതലാമസ് റീജിയൻ ആക്റ്റീവ് ആകുകയും ഹൈപ്പോതലാമസിൽ നിന്നും ഏത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകുകയും അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻഡിൽ എത്തുകയും അഡ്രിനൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? ഇവിടുത്തെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആയിട്ടുള്ള കോർട്ടിസോളാണ്. കോർട്ടിസോളിൻ്റെ റിലീസ് നടക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. കോർട്ടിസോളിൻ്റെ അളവിനെ എങ്ങനെയാണ് ഇനി കൺട്രോൾ ചെയ്യുന്നത്? ബ്ലഡിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോഴേക്കും ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി കോർട്ടിസോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ലിവർ, ആഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ഓൾ സെൽസ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ലിവറിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കോനിയോജനസിസും ഗ്ലൈക്കോജനോലൈസിസും രണ്ട് പ്രോസസ്സുകൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ നിന്നും ഗ്ലൂക്കോസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിക്രീസ്ഡ് ഗ്ലൈക്കോജനസിസ്, ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് ഡിക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? ഗ്ലൂക്കോസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ബ്ലഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സെല്ല് ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യുന്നില്ല. സെല്ല് ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്താലേ ഗ്ലൈക്കോജൻ സിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പം ഗ്ലൈക്കോജൻ സിന്തസിസ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ലിവറിൽ നടക്കുന്ന കാര്യം. ഇനി ആഡിപ്പോസ് ടിഷ്യൂവിൽ എന്താണെന്ന് നോക്കാം. ലിപ്പിഡിൻ്റെ സ്റ്റോറേജ് ഹൗസ് ആണ് ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലേ. ലിപ്പിഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയാണ് ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ലൈപ്പോലൈസിസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിപ്പിഡിനെ ലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ലിപ്പിഡിൻ്റെ സിന്തസിസ് ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ്ഡ് ലൈപ്പോജനസിസ് ആൻഡ് ഇൻക്രീസ് ലൈപ്പോലൈസിസ്. ഇനി മറ്റ് സെല്ലുകളിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? സ്റ്റിമുലേഷൻ ഓഫ് പ്രോട്ടീൻ കാറ്റാബോളിസം. പ്രോട്ടീൻ്റെ കാറ്റാബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഡിക്രീസ് ഗ്ലൂക്കോസ് അപ്റ്റേക്ക്. സെല്ലിന് ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് സെല്ലിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. പ്രൊലോങ് സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടാണ് ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുകയും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആക്റ്റീവായി അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. ACTH അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺസാണ് മിനറലോകോർട്ടിക്കോയിഡ്സും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് പ്രൊലോങ്ഡ് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസാണ്. ഏതൊക്കെ? മിനറലോകോർട്ടിക്കോയിഡ്സും അതുപോലെ തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും. ഇനി നമുക്ക് ഷോർട്ട് ടൈം സ്ട്രെസ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഷോർട്ട് ടൈം സ്ട്രെസ് ഹൈപ്പോതലാമിക് റീജിയനെ ആക്ടിവേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നെർവ് ഇമ്പൾസസ് സ്പൈനൽ കോഡിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഷോർട്ട് ടൈം സ്ട്രെസ് കൊണ്ട് ഹൈപ്പോതലാമിക് റീജിയൻ ആക്ടിവേറ്റ് ചെയ്യുകയും നെർവ് ഇമ്പൾസസിനെ സ്പൈനൽ കോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുകയും അത് പ്രീ ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് വഴി അഡ്രിനൽ മെഡുലയിലെത്തി കാറ്റക്കൊളമൈൻസിൻ്റെ സെക്രീഷന് കാരണമാകുകയും ചെയ്യുന്നു. കാറ്റക്കൊളമൈൻസ് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഇനി നമുക്ക് കാറ്റക്കൊളമൈൻസിൻ്റെ മെയിൻ ഫങ്ഷൻസ് നോക്കാം. ഇൻക്രീസ്ഡ് ഹേർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ഹേർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് BP, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ലിവർ കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. അപ്പം ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ലിവറിൽ വെച്ചിട്ട് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് റിലീസ് ഗ്ലൂക്കോസ് ടു ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷൻ എന്താണ്? ഹൈപ്പർഗ്ലൈസമിക് കണ്ടീഷനാണ് അല്ലേ. ഡൈലേഷൻ ഓഫ് ബ്രോങ്കിയോൾസ്, ചേഞ്ചസ് ഇൻ ബ്ലഡ് ഫ്ലോ പാറ്റേൺ ലീഡിങ് ടു ഇൻക്രീസ്ഡ് അലേർട്ട്നെസ്, ഡിക്രീസ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. അതായത് ബ്രോങ്കിയോൾസ് ഡൈലേറ്റ് ചെയ്യുകയും ബ്ലഡ് ഫ്ലോ പാറ്റേൺ ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യുകയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയും അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് കാറ്റക്കൊളമൈൻസിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇനി നമുക്ക് കാറ്റക്കൊളമൈൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതെല്ലാമാണ് കാറ്റക്കൊളമൈൻസ്? എപ്പിനെഫ്രിൻ ഓർ അഡ്രീനാലിൻ, നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രീനാലിൻ. അപ്പം ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? അഡ്രീനൽ മെഡുല റീജിയനിൽ നിന്നാണ്. ദീസ് ആർ കോമൺലി കോൾഡ് ആസ് കാറ്റക്കൊളമൈൻസ്. ഇനി നമുക്ക് കാറ്റക്കൊളമൈൻസിൻ്റെ സിന്തസിസ് ഒന്ന് നോക്കാം. കാറ്റക്കൊളമൈൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. എന്നാൽ ഇത് കൂടാതെ മറ്റ് കോമ്പൗണ്ട്സും ഉണ്ട്. നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. കാറ്റക്കൊളമൈൻസ് ഇൻക്ലൂഡ് ഡോപ്പാമിൻ, നോർ എപ്പിനെഫ്രിൻ ആൻഡ് എപ്പിനെഫ്രിൻ. These neurotransmitters are synthesized in a series of enzymatic reactions beginning with the amino acid tyrosine. അപ്പം ഈ കാറ്റക്കൊളമൈൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടും ഹോർമോൺസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. ഈ 2 കോമ്പൗണ്ട്സും ഹോർമോൺസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്.
ഈ രണ്ട് കോമ്പൗണ്ട്സും റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അമിനോ ആസിഡ് ടൈറോസിൽ നിന്നുമാണ് ഈ കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുന്നത്. ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ എ സീരീസ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ബിഗിനിങ് വിത്ത് ദ അമിനോ ആസിഡ് ഏതാണ്? ടൈറോസിൻ. Catecholamine synthesis reactions take place in both the cytoplasm and in enzyme containing vesicles of neuronal cells. ഇപ്പം ന്യൂറോണൽ സെൽസിൻ്റെ ഉള്ളിലുള്ള വെസിക്കിളിനകത്ത് കാണപ്പെടുന്ന എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് റീജിയനിലുമാണ് കാറ്റക്കോളമൈൻസിൻ്റെ സിന്തസിസ് നടക്കുന്നത്. കാറ്റക്കോളമൈൻസ് ആർ സ്റ്റോർഡ് ഇൻ സെക്രീറ്ററി വെസിക്കിൾസ് അൻറ്റിൽ ഫയറിംഗ് ഓഫ് ദ നെർവ്. അപ്പം നെർവിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും സെക്രീറ്ററി വെസിക്കിൾസിൽ നിന്നുമാണ് പിന്നെ കാറ്റക്കോളമൈൻസ് റിലീസ് ചെയ്യപ്പെടുന്നത്. അതിന് മുൻപ് ഏത് ഫോമിലായിരിക്കും? സ്റ്റോർഡ് കണ്ടീഷനിലായിട്ട് വെസിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. Catecholamines are stored in secretory vesicles until firing of the nerve. At this time, they are released into the synaptic cleft through exocytosis. അപ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ പാസ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും സെക്രീറ്ററി വെസിക്കിൾസിൽ നിന്നും കാറ്റക്കോളമൈൻസിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു എക്സോസൈറ്റോസിസ് എന്ന പ്രോസസ്സിലൂടെ. അങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, ഇനി നമുക്ക് കാറ്റക്കോളമൈൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാറ്റക്കോളമൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്രോമഫിൻ സെൽസ് ഇൻ ദ മെഡുല ഓഫ് ദ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ മെഡുലയിലുള്ള ക്രോമഫിൻ സെൽസിലാണ് കാറ്റക്കോളമൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട്, പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടൈറോസിനാണ്. ടൈറോസിനിൽ നിന്നാണ് കാറ്റക്കോളമൈൻസ് ഫോം ചെയ്യുന്നത്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ടൈറോസിൻ കൺവേർട്ട് ചെയ്ത് ഒരു കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ പേര് ഡോപ്പ. ടൈറോസിൻ കൺവേർട്ടഡ് ടു ഫോം ഡോപ്പ ബൈ ആൻ എൻസൈം ടൈറോസിൻ ഹൈഡ്രോക്സിലേസ്. Tyrosine converted to form DOPA by an enzyme tyrosine hydroxylase. DOPA converted to form dopamine by an enzyme DOPA decarboxylase. DOPA decarboxylase by the elimination of carbon dioxide. Again, dopamine converted to form norepinephrine. Dopamine converted to form norepinephrine by an enzyme dopamine beta hydroxylase. Dopamine beta hydroxylase. Norepinephrine converted to form epinephrine by an enzyme phenylethanolamine N-methyl transferase. Phenylethanolamine N-methyl transferase. Phenylethanolamine N-methyl transferase for the conversion of norepinephrine to epinephrine. Androgens. ഏതെല്ലാമാണ് ആൻഡ്രോജൻസ്? ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. Adrenal androgens are 19 carbon steroids that are secreted by the adrenal cortex through complicated biosynthetic pathways. Adrenal androgens normally secreted by the fetal adrenal zone and the zona reticularis of the adrenal cortex. മെയിനായിട്ടും അഡ്രിനൽ കോർട്ടെക്സിൻ്റെ സോണ റെറ്റിക്കുലാരിസിൽ നിന്ന് തന്നെയാണ് അഡ്രിനൽ ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ് with weak androgenic activity. They include dehydroepiandrosterone DHEA, dehydroepiandrosterone sulfate DHEAS, androstenedione A4, androstenediol A5 and 11 beta hydroxy androstenedione. DHEA and DHEAS are secreted in greater quantities than the other adrenal androgens. Although these steroids have little androgenic activity. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആൾഡോസ്റ്റിറോൺ, കോർട്ടിസോൾ ആൻഡ്രോജൻസ്. ഈ മൂന്ന്
തരത്തിലുള്ള ഹോർമോൺസും കൊളസ്ട്രോളിൽ നിന്നുമാണ് സിന്തസൈസ് ചെയ്യുന്നത്. ദീസ് ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. ആൻഡ്രോസ്റ്റെനോഡിയോണിൽ നിന്നും ഫോം ചെയ്യുന്നത് 2 തരത്തിലുള്ള ഹോർമോണാണ്, ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രാഡയോളും. ഇനി നമുക്ക് ആൻഡ്രജൻ്റെ റെഗുലേഷൻ നോക്കാം. Adrenal androgens are secreted by the adrenal glands in response to ACTH, a 39 amino acid peptide synthesized and secreted by the anterior pituitary. ACTH, adrenocorticotropic hormone, synthesis and secretion are primarily regulated by corticotropin releasing hormone CRH and arginine vasopressin AVP, both of which are produced by parvocellular neurons of the paraventricular nucleus of the hypothalamus and act in synergy with each other. Under ACTH regulation, adrenal androgens are secreted synchronously with cortisol. There are 3 mechanisms of neuroendocrine control. First one, episodic secretion and the circadian rhythm of ACTH. Second, stress responsiveness of the hypothalamic pituitary adrenal axis. Third one, feedback inhibition of ACTH secretion by cortisol. അപ്പം there are 3 mechanism of neuroendocrine control. 3 രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന്, എപ്പിസോഡിക് സെക്രീഷൻ ആൻഡ് സിർക്കേഡിയൻ റിതം ഓഫ് ACTH. 2, സ്ട്രെസ് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ്. 3, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഓഫ് ACTH സെക്രീഷൻ ബൈ കോർട്ടിസോൾ. ഇനി നമുക്ക് ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇൻ പീപ്പിൾ അസൈൻഡ് male at birth, androgens contribute to deep voice, that means vocal cord lengthening, hair growth on the face, scalp, chest, underarms and genitals, sperm development. Then what is the role of androgens in women? In people assigned female at birth, other body chemicals convert androgen into estradiol, a form of estrogen. This hormone regulates menstruation, aid conception and pregnancy, minimize bone loss, that means osteoporosis, stimulates pubic and underarm hair growth. നമുക്കതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസിനെ കുറിച്ചൊക്കെ നോക്കാം. ഹൈ ലെവൽ ഓഫ് ആൻഡ്രോജൻ, ഹൈപ്പർ ആൻഡ്രോജെനിസം is more commonly a problem for people assigned female at birth. The most common cause of hyperandrogenism is polycystic ovary syndrome. Rarely adrenal or ovarian tumor cause hyperandrogenism. Low level of androgen, hypoandrogenism can lead to bone fractures and osteoporosis, fatigue and low sex drive. Next one, androgen insufficiency syndrome. In a baby with androgen insufficiency syndrome, the body doesn't respond to its androgen or testosterone. The baby has male chromosomes, but the penis may be small or not fully formed. The genitals may look female or be a mix of sexes. Second case, congenital adrenal hyperplasia. High androgen levels cause a baby with female chromosomes to have genitals that look male. Peptides like somatostatin and substance P. These somatostatin and substance P commonly present in guinea pig adrenal glands. It is suggested that these peptides may play a role in the regulation of catecholamine secretion from the adrenal medulla. Adrenal gland disorders. First one, Addison's disease. Addison's disease is also known as adrenal insufficiency. This adrenal insufficiency disorder is caused by
underproducing adrenal glands and usually triggered by a previously existing autoimmune disorder. Second one, Cushing syndrome. Cushing syndrome. In direct opposition to Addison's disease, Cushing's is caused by the overproduction of hormones within the adrenal glands. They send too much cortisol in the bloodstream, causing obesity, high blood pressure, excessive facial hair, irregular menstrual cycle, and susceptibility to bruising. These symptoms can absolutely deter from high quality of life and require a professional diagnosis, monitoring, and treatment. Adrenal incidentalomas is the third one. Caused by masses or tumors found on the adrenal glands. The masses could secrete additional hormones. Surgery is often needed to remove them. Next one, pheochromocytomas. Pheochromocytomas. Those with this adrenal disorder suffer from tumors that grow in the medulla, leading to the overproduction of epinephrine and norepinephrine. An excess of these hormones cause high blood pressure, which could eventually cause heart attacks or stroke. Adrenal മെഡുലയിലുള്ള സെൽസാണ് ഫിയോക്രോമോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ കൊണ്ട് ട്യൂമേഴ്സ് ഉണ്ടാകുകയും അവിടെ നിന്നും ഹോർമോൺസ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ്. Situated at the base of the brain, the pituitary gland is also responsible for releasing hormones into our bodies. Certain hormones, including adrenocorticotropic, trigger the adrenal glands to pump cortisol into the bloodstream. A lack of communication between the pituitary gland and the adrenal glands because of benign or cancerous tumors can throw the whole system out of work. Next one, adrenal gland suppression. Adrenal gland suppression. Steroid usage often leads to the suppression of adrenal glands since steroids mimic cortisol. The adrenal glands can be noticed to release less of this cortisol. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. Adrenal gland. Our body has one pair of adrenal glands, one at the anterior part of each kidney. The gland is composed of two types of tissues. The centrally located tissue is called the adrenal medulla, and outside this lies the adrenal cortex. Adrenal medulla secretes two hormones called adrenaline or epinephrine and noradrenaline or norepinephrine. These are commonly called as catecholamines. Adrenaline and noradrenaline are rapidly secreted in response to stress of any kind and during emergency situations and are called emergency hormones or hormones of fight or flight. Hormones of fight or flight. These hormones increase alertness, pupillary dilation, then raising of hairs, sweating, etc. Both the hormones increase the heartbeat, the strength of heart contraction, and the rate of respiration. Catecholamines also stimulate the breakdown of glycogen, resulting as increased concentration of glucose in blood. In addition, they also stimulate the breakdown of lipids and proteins. നമ്മൾ ഗ്ലൈക്കോനിയോജനസിസും ഗ്ലൈക്കോജൻ ലൈസിസും ഒക്കെ നമ്മൾ പറഞ്ഞു. In addition, they also stimulate the breakdown of lipids and proteins. അപ്പം ലൈപ്പോലൈസിസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. The adrenal cortex can be divided into three layers. The outermost layer, zona glomerulosa, the middle layer, zona fasciculata, the inner layer, zona reticularis. The adrenal cortex secretes many hormones commonly called as corticoids. Adrenal cortex secrete ചെയ്യുന്ന ഹോർമോൺസിനെ മുഴുവനായിട്ടും പറയുന്ന പേരാണ് corticoids. The corticoids which are involved in carbohydrate
metabolism are called glucocorticoids. Glucocorticoids. In our body, cortisol is the main glucocorticoid. Corticoids which regulate the balance of water and electrolytes in our body are called mineralocorticoids. Mineralocorticoids. Aldosterone is an example for mineralocorticoids. അടുത്ത ഹോർമോണാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് ഏതൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഈസ്ട്രജൻസ്. ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഈസ്ട്രജൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സബ്സ്റ്റൻസ് പി ആൻഡ് സമറ്റോസ്റ്റാറ്റിൻ. സബ്സ്റ്റൻസ് പി ആൻഡ് സമറ്റോസ്റ്റാറ്റിൻ. എല്ലാ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഡിസോർഡേഴ്സും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.